40 വയസ്സിന് ശേഷം നിങ്ങളുടെ മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വളരെ ചെറു പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നു എന്നുള്ള പ്രശ്നം പറയുന്നവർക്കും ഒക്കെ തന്നെ നിങ്ങൾ PPD അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈസ് ഉപയോഗിച്ചിട്ട് വളരെ ചെറിയൊരു നരയായിരുന്നു, അത് പിന്നീട് ഇത് ഉപയോഗത്തിന് ശേഷം വീണ്ടും നര കൂടുതലായി വന്ന് അടുത്തുള്ള മുടി കൂടെ നരച്ചു എന്നുള്ളതൊക്കെ പരിഭവപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഇത്തരം ഒരു കെമിക്കൽസും തന്നെ അടങ്ങിയിട്ടില്ലാത്ത രീതിയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബ് അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യത്തിൻ്റെ ഇല ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു കൂട്ടാണ് പരിചയപ്പെടുന്നത്. ഈ ഹെയർ ഡൈ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒട്ടും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നല്ല ഒരു പഴയ ഒരു ഇരുമ്പ് ചീനച്ചട്ടി, കുറച്ച് തുരുമ്പൊക്കെ വന്നിട്ടുള്ള പഴയ ചീനച്ചട്ടിയാണ് എപ്പോഴും നല്ലത്. ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത്തരം ചട്ടി എടുക്കുന്നതാണ് നല്ലത്. പനിക്കൂർക്കയുടെ നീര് അത് വേണം. അതുപോലെ തന്നെ നല്ല ഹെന്നയുടെ അല്ലെങ്കിൽ മൈലാഞ്ചി പൊടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തെല്ലാം ഉണ്ടെന്നുള്ളത്. നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതാണ് നല്ലത്. അതല്ലെങ്കിൽ നല്ല നെല്ലിക്കപ്പൊടി, ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചി പൊടിയും അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ വളരെ ചെറിയൊരു തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ പൊടി ഒരു കറുപ്പ് കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു കൈപ്പിടിയോളം പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര്, ആ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മിക്സ്ചർ തയ്യാറാക്കുക. ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് ലൂസാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നല്ല കടുപ്പത്തിൽ ചായ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നര വന്നിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യുകയാണ് നല്ലത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്നതാണ്, ഒട്ടും കെമിക്കൽ അടങ്ങിയിട്ടില്ലാത്തതായതുകൊണ്ട് നമ്മൾ നല്ല നിര വന്നിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരൊറ്റ തവണ ഉപയോഗിച്ചുകൊണ്ട് മറിയണമെന്നില്ല. എങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും നരയും ഒക്കെ തന്നെ കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. 5-6 ml ഈ നല്ല ഇടിച്ചു പിഴിഞ്ഞെടുത്ത് സ്വരസയും എടുത്ത്, അതായത് പനിക്കൂർക്കയുടെ സ്വരസയും അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഫ് ആസ്മ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ റണ്ണിങ് നോസ്, നമുക്ക് മൂക്കൊലിപ്പ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നല്ലതാണ്. തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ചുക്കും കുരുമുളകും ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പനിക്കഷായം വളരെ പ്രസിദ്ധമാണ്. ഇത് പനി മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഔഷധം കൂട്ടാണ്. അത് തന്നെ ആ ഉണ്ടാക്കിയിട്ടുള്ള അതേ കഷായം തന്നെ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്നതും പനി വരുന്ന സമയത്ത് ഈ പനിക്കൂർക്ക മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാടേറെ പൊടിക്കൈകൾ ചെയ്യാൻ പറ്റും.